6 കുട്ടികളടക്കം 7 പേർ ഉൾപ്പെട്ട അപകടം. അതിൽ തന്നെ 2 പേരുടെ മരണം. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ അടക്കം ബാക്കിയുള്ളവർ ചികിത്സയിൽ കഴിയുന്ന സ്ഥിതി. ഇന്നലെ വൈകുന്നേരം 3:30 കൂടിയാണ് തൂമ്പാക്കുളത്ത് അപകടമുണ്ടാകുന്നത്. SN സ്കൂളിൽ നിന്നും കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം തെറ്റി 100 അടിയോളം താഴ്ചയിലേക്ക് കരണം മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. കുട്ടികളിൽ 2 പേർ പുറത്തേക്ക് തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. കല്ലംപറമ്പിൽ ആദ്യലക്ഷ്മി എന്ന 8 വയസ്സുകാരിയുടെ മരണമാണ് ആദ്യം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് തൈപ്പറമ്പിൽ യദുകൃഷ്ണൻ എന്ന 4 വയസ്സുകാരനും മരണമടയുന്നു. മാടപ്പള്ളി വീട്ടിൽ ജുവൽ സാറ തോമസ്, ചാങ്ങപ്ലാക്കൽ ശബരിനാഥ്, കൊല്ലംപറമ്പിൽ അൽഫോൻസ, പറപ്പള്ളിൽ രോഹിത് എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ. വാഹനത്തിൻ്റെ ഡ്രൈവർ 45 വയസ്സുകാരനായിട്ടുള്ള രാജേഷിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ജുവൽ സാറ തോമസ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ചാങ്ങപ്ലാക്കൽ ശബരിനാഥിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. കിഴക്കൻ മലയോര മേഖലയെ ആകെ നടുക്കിയ ഒരു വലിയ അപകടമാണ് സംഭവിച്ചത്. 100 താഴ്ചയിലേക്ക് വീണ വാഹനത്തിൽ നിന്നും കുട്ടികളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെ ഏറെ ശ്രമകരമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് ചേരുന്നുണ്ട്. എത്രത്തോളം ശ്രമകരമായിരുന്നു ആ ദൗത്യം? പ്രത്യേകിച്ചും ദുർഘടം ഉള്ള ഒരു മേഖല, വാഹന സൗകര്യം കുറവുള്ള പ്രദേശം. ഏകദേശം ഒരു 100 അടിയോളം താഴ്ചയുള്ള പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ തോട്ടിലിൻ്റെ സൈഡിലാണ് ഈ വാഹനമെല്ലാം പോയി കിടന്നിട്ടുള്ളത്. അവിടുന്ന് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലി തന്നെയാണ്. അതെല്ലാം നാട്ടുകാരുടെ ഒരു യോജിപ്പോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് അതെല്ലാം പെട്ടെന്ന് നടത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാടിനെ ആകെ നടുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാനസിക ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നൊരു സംഭവമാണ്. കാരണം 2 കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രദേശത്ത് ഒരുപോലെ ഇത്തരത്തിൽ അപകടത്തിൽ മരിക്കുക എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ വേദനയുണ്ട് ഈ കാര്യത്തിൽ. ഈ 3:30 അപകടം നടന്ന് ആദ്യത്തെ കുഞ്ഞിനെ പുറത്ത് റോഡിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് നീക്കുമ്പോൾ സമയം എത്രയായി കാണും? അല്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ റോഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആശുപത്രി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുഞ്ഞ് ഈ വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ലാതായിപ്പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ആദ്യ ധാരണയിലാണ് എല്ലാവരും കരുതിയിരുന്നത്. ആശുപത്രിയിൽ വന്ന് കാണാതെ വന്നതിന് ശേഷമാണ് വീണ്ടും MLA അടക്കമുള്ളവർ ഇടപെട്ടിട്ട് വീണ്ടും ഫയർഫോഴ്സിനെ ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടി വീണ്ടും പരിശോധനകൾ നടത്തിയാണ് കുഞ്ഞിനെ തോടിൻ്റെ സൈഡിൽ നിന്ന് ലഭിക്കുന്നത്. ഈ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഒരു കുഞ്ഞിനെ കൂടി കാണാനുണ്ടെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിയുന്നത് തോന്നല്ലേ? അപ്പോഴത്തേക്ക് സമയം 2-2.5 മണിക്കൂർ പിന്നിട്ടു. ഏതാണ്ട് ആശുപത്രിയിൽ ഈ രക്ഷിച്ചെത്തിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അപ്പോൾ 5 പേരേ ഉള്ളൂ എന്നൊരു ധാരണയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് 6ാമതൊരാൾ കൂടിയുണ്ട്. അതിൻ്റെ രക്ഷിതാക്കളും ആ സമയത്തേക്ക് ആശുപത്രിയിലേക്ക് ചെന്നു. ഈ രക്ഷിച്ചെടുത്ത കുട്ടികളുടെ കൂട്ടത്തിലുണ്ടാവും എന്നൊരു ധാരണയുള്ളതുകൊണ്ട് അവർ ആശുപത്രിയിൽ വന്നു. പക്ഷെ അതിനുശേഷം അവിടെ ഒരു ക്രോസ് ചെക്കിങ് നടക്കുമ്പോഴാണ് ഒരു കുട്ടി മിസ്സാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. അവിടെ ഒരു ദുർഘടം പിടിച്ച ഒരു ഏരിയ ആണ്. പിന്നെ ഈ നാട്ടുകാർക്ക് അത് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. കിഴക്കൻ മലയോര മേഖലയിലടക്കം ജില്ലയിൽ നല്ല മഴ ഇടപെട്ട് പെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല ഒഴുക്കും തോട്ടിലുണ്ടായിരുന്നു അല്ലേ? ഒഴുകി പോകാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒഴുകി പോകാൻ പറ്റുന്ന ഒരു വെള്ളം ഉണ്ടായിരുന്നു. അത് സമീപത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഓട്ടോ മറിഞ്ഞ് അതേ സമീപത്ത് തന്നെ ഒരു 10 അടി ദൂരത്തിൽ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞ്. യദുകൃഷ്ണൻ്റെ മൃതശരീരം രാത്രി തന്നെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യലക്ഷ്മിയുടെ മൃതശരീരം ഞെടൽ ആശുപത്രി സൂക്ഷിച്ചിരിക്കുകയാണ്. 2 മൃതശരീരങ്ങളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാകും. തുടർന്ന് ബന്ധുക്കൾക്ക് കൈമാറും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.